നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അമ്മ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എനിക്ക് പറയാനുള്ളത് നല്ല കാര്യമാ. എന്താ പറ? വേറൊന്നും അല്ല, ഞാൻ അമ്മയുടെ അനുവാദം ചോദിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇത് പറയുന്നത് ശരിയാണോന്ന് അറിയാത്തതുകൊണ്ടാ. അമ്മയ്ക്കറിയാലോ, നിധിയുടെ പിറന്നാള് വിപുലമായിട്ട് തന്നെ ആഘോഷിക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അത് നടന്നില്ല. ആ മുടങ്ങിയ നിധിയുടെ പിറന്നാളാഘോഷം ഇന്ന് നടത്തിയാലോ എന്നൊരു ആലോചന. ഓ, അപ്പൊ മഹാറാണിയുടെ പിറന്നാള് വീണ്ടും ആർഭാടത്തോടെ ആഘോഷിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? അമ്മ, എനിക്കറിയേണ്ടത് അമ്മയുടെ മറുപടിയാ. നമുക്കിന്ന് ബർത്ത്ഡേ ആഘോഷിച്ചാലോ? അത് മോനെ, പിറന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ ദിവസമായില്ലേ, ഇനി എന്തിനാ ഇങ്ങനെ ഒരു ആഘോഷം? അത് സാരമല്ലമ്മേ, നിധി ഒരുപാട് ആഗ്രഹിച്ചല്ലേ, നമുക്കതങ്ങ് നടത്തിയേക്കാന്നേ. ഉടുത്തൊരുങ്ങി കേക്കൊക്കെ മുറിച്ച് തുള്ളിച്ചാടാതെ ഇരുന്നിട്ട് അവക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേടാ? നിങ്ങൾ നിങ്ങളെ പാട് നോക്കി പോയേ. എന്തിനാ ആവശ്യമില്ലാത്തടത്തെല്ലാം കൊണ്ടേ തലയിടുന്നത്? ഇത് വലിയ ന്യൂസൻസ് ആണ് കേട്ടോ. അമ്മേ, പാർട്ടി ഹാളിലും ഗസ്റ്റുകളും ഒന്നുമില്ല. ഇവിടെ ഈ ഹാളിൽ വെച്ചൊരു കേക്ക് കട്ട് ചെയ്യുന്നു. പിന്നെ അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഭക്ഷണവും ഉണ്ടാക്കുന്നു. അത്രയേ ഉള്ളൂ. അത് വേണ്ടാന്നാണ് അമ്മ പറയുന്നതെങ്കിൽ ഞാനത് വേണ്ടാന്ന് വെച്ചേക്കാം. ഏയ്, അതിനിപ്പോ എന്താ കുഴപ്പം? ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നീ കേക്കിന്റെ ഏർപ്പാട് ചെയ്യേ. ചെല്ല്. എങ്കിൽ ഞാനിപ്പോ തന്നെ പോയി കേക്ക് വാങ്ങിക്കൊണ്ടുവരാം. ഗൗത എവിടെ പോവാ? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനും വേണ്ടി. ഇന്ന് ഇവിടെ വെച്ച് നിന്റെ പിറന്നാള് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ പോവാ. ദേ, ഏട്ടത്തി നിന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി പ്രത്യേകം ഫുഡൊക്കെ ഒരുക്കുന്നുണ്ട്. എന്തിനാ ഗൗത ഇനി പിറന്നാൾ ആഘോഷം? അതൊന്നും വേണ്ട, വിട്ടേക്ക്. പശുവും ചത്തുവും മോരില പുളിയും പോയി. എന്നാലും ഇവന്റെ ഏനക്കേട് മാറിയിട്ടില്ല. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുതെന്ന്. കേട്ടോ അമ്മേ, ഞാൻ നീതി പോലും അറിയാതെ ഈ പരിപാടി പ്ലാൻ ചെയ്തത്. ഉടനെ മയക്ക് കെട്ടിവെച്ചങ്ങ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് ഇത് എന്തിന്റെ കേടാ? നീ അത് വിട്, പോയി കേക്ക് വാങ്ങിച്ചോണ്ട് വച്ചല്ലേ. ഗൗതം, വേണ്ട. ഒരാൾക്കും താല്പര്യമില്ലാതെ എന്തിനാ ഇവിടെ ഒരു ആഘോഷം? താല്പര്യം ഇല്ലാത്തവർ കൂടണ്ട. ഞാനും അമ്മയും എന്തായാലും ഉണ്ടാവും. നിധി, നീ ഇനി എതിര് പറയാൻ നിൽക്കണ്ട. ഗൗതം, എടാ, ഒരു കാര്യം പറഞ്ഞാ നീ കേക്കുവോ? എന്താ അമ്മേ? നിധിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് നീ ഒരു പുതിയ കാറ് വാങ്ങിച്ചില്ലേ, അതങ്ങ് വിറ്റ് കളഞ്ഞേക്ക് മോനെ. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ആ കാറ് വാങ്ങിയപ്പോ മുതല് അപശകുനങ്ങളാണല്ലോ. ഒന്ന് ആലോചിച്ചു നോക്ക്. ആ കാറ് കയ്യിൽ കിട്ടിയ ഉടനെ അപകടത്തിലായി. വീണ്ടും ശിവാനിയുടെ പ്രശ്നങ്ങളായി. ഉള്ള മനസമാധാനം മുഴുവൻ പോയി കിട്ടി. ആ വണ്ടി നമുക്ക് അപശകുനം മോനെ. അപശകുനം ആ വണ്ടിയുടേതല്ലേ എടുത്തി, അതിന്റെ ഉടമസ്ഥയുടേത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോനെ, അതാണ് നല്ലത്. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഗൗതം. അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ കാറുകൊണ്ടുള്ള ദോഷമാണെന്ന് ചിന്തിക്കും എല്ലാവരും. അത് വിറ്റേക്കാം നമുക്ക്. ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പൊ തന്നെ ഓൺലൈനില് ഞാൻ ഫോട്ടോസ് ഇടാം, വേഗം വിട്ടു പോയിക്കോളൂ. നിധി, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനാ ഗൗതം പറഞ്ഞിരിക്കുന്നത്. കൂടെ നിന്നൊന്ന് സഹായിച്ചേക്കണേ നീ. കൂടെ നിന്ന് സഹായിക്കാനല്ല, ഞാനുണ്ട് കൂടെ. ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അമ്മയുടെ ആഗ്രഹം സാധിച്ചല്ലോ. സന്തോഷമായില്ലേ? ഞാനെന്നാ പോയി കേക്ക് വാങ്ങിക്കൊണ്ടു. ശരിയടാ. ദേ സമയമില്ല, വേഗം കിച്ചണിൽ കയറാം. വാ.